വിൻസെന്റ് വാൻ ഗോഗിന്റെ ദ ബെഡ്റൂം എന്നുള്ള പെയിന്റിംഗ് ആണ് നമ്മൾ ഇന്ന് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. സോ ദ ബെഡ്റൂം എന്നുള്ള പോം അദ്ദേഹം 1888-ലാണ് വരച്ചിരിക്കുന്നത്. ആൻഡ് വിൻസെന്റ് വാൻ ഗോഗിന്റെ ഒരു ഐക്കോണിക് അല്ലെങ്കിൽ ഇമോഷണലി അല്ലെങ്കിൽ പേഴ്സണലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ദ ബെഡ്റൂം എന്നുള്ള പെയിന്റിംഗ്. സോ അബൌട്ട് ദി ആർട്ടിസ്റ്റ്, അദ്ദേഹം ഒരു ഡച്ച് പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് പെയിന്റർ ആണ്. ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത്. ബോൾഡ് കളേഴ്സിലും വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്റ്റൈലിലുമാണ് അദ്ദേഹം പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ആൻഡ് മോർ ദാൻ 2000 ആർട്ട് വർക്ക്സ് അദ്ദേഹം വിത്തിൻ 10 ഇയേഴ്സ് വരച്ചിട്ടുണ്ട്. ആൻഡ് മെന്റൽ ഇൽനെസ്സിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. അതുകൊണ്ട് തന്നെ സെൽഫ് ഐസൊലേഷൻ ആയിരുന്നു ഇദ്ദേഹം ചൂസ് ചെയ്തിരുന്നത് അൺടിൽ ഹിസ് ഡെത്ത് ഇൻ 1890. അപ്പം അദ്ദേഹത്തിന്റെ വർക്ക്സിനെല്ലാം നല്ല രീതിയിൽ റെക്കഗ്നീഷൻ കിട്ടിയതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഹിസ് ഡെത്ത് ആണ്. ഒരു പോസ്റ്റ്യൂമസ് റെക്കഗ്നീഷൻ ആണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദ ബെഡ്റൂം എന്നുള്ളതിനെ നമുക്ക് മറ്റൊരു പേരിട്ടും വിളിക്കാം, ബെഡ്റൂം ഇൻ ആർലെസ് എന്നും നമുക്ക് വിളിക്കാം. 1888 ഓയിൽ ക്യാൻവാസിലാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് വേർഷൻ ആംസ്റ്റർഡാമില് വാൻഗോഗ് മ്യൂസിയത്തിലുണ്ട്. 3 വേർഷനാണ് ശരിക്കും പറഞ്ഞ ഈ പെയിന്റിങ്ങിനുള്ളത് കേട്ടോ. അപ്പം 3 വേർഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1888-ലുള്ളത് മറ്റേ ആർലസ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. 2 റെപ്ലിക്കാസ് സെയിന്റ് റെമിയിലും പാരീസിലുമാണ് ഉള്ളത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ബെഡ്റൂം എന്നുള്ള ഈ ഒരു പെയിന്റിംഗ് അദ്ദേഹം പെയിന്റ് ചെയ്തത് ഫ്രാൻസിൽ, സദേൺ ഫ്രാൻസിൽ ആർലസ് എന്നുള്ള സ്ഥലത്ത് ഇദ്ദേഹം താമസിക്കാൻ വന്നപ്പോൾ, അതായത് അവിടെ ഒരു യെല്ലോ ഹൗസിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഈ ഒരു പ്ലേസിൽ, സദേൺ ഫ്രാൻസിൽ. ആ യെല്ലോ ഹൗസ് എന്നുള്ള വീട്ടിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണൽ സ്പേസ്, ആ ഒരു ബെഡ്റൂം ആണ് അദ്ദേഹം ഇവിടെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പാരീസിലെ ആ ഒരു ആർട്ടിസ്റ്റിക് പ്രഷറിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ഇവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം സദേൺ ഫ്രാൻസിൽ വന്ന് താമസം തുടങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ബെഡ്റൂം ആണ് ഇവിടെ അദ്ദേഹം പോർട്രേ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് ഇറ്റ് ഇസ് എ വെരി പേഴ്സണൽ സ്പേസ് ആണ്. സോ അദ്ദേഹത്തിന് പീസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് കിട്ടിയത് ഈ ഒരു പേഴ്സണൽ സ്പേസിൽ നിന്നാണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഹി ഹാസ് പെയിന്റഡ് ദിസ് ബെഡ്റൂം. അപ്പൊ ആ സമയത്ത് വാൻ ഗോഗ് പോൾ ഗോഗിൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ അറൈവല് കാത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. അതെ, ആ പോൾ ഗോഗിനെ ഇൻവൈറ്റ് ചെയ്ത് ഈ ഒരു റൂമിൽ അല്ലെങ്കിൽ ഈ ഒരു വീട്ടിൽ അദ്ദേഹമായിട്ട് താമസിച്ച് കൊളാബറേറ്റീവ് ആയിട്ട് ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ആര്, വിൻസെന്റ് വാൻ ഗോഗ്. അപ്പൊ ഈ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് ഹാർമണിയുടെ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് പീസ്ഫുൾനെസിന്റെ ഒക്കെ ഒരു സിമ്പലാണ്. അദ്ദേഹം ഇവിടെ റെസ്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു റെഫ്യൂജി ആയിട്ട് വന്ന് ഇവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്ലേസ് ഓഫ് എസ്കേപ്പ് ആയിരുന്നു വിൻസെന്റ് വാൻ ഗോഗിന് ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞൊരു പ്ലേസ്. അപ്പൊ അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റേറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് ട്രാങ്കുലിറ്റി അല്ലെങ്കിൽ ഒരു പീസ്ഫുൾനെസ് കിട്ടിയത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. അപ്പോ ഒന്നുമില്ല, ഈ പെയിന്റിങ്ങിനകത്ത് കാണിച്ചേക്കുന്ന ഒരു സ്മോൾ ബെഡ്റൂം ആണ്. ഒരു സിമ്പിൾ ബെഡ് ഉണ്ട്, ചെയർസ് ഉണ്ട്, ടേബിൾ ഉണ്ട്, വാളിൽ പെയിന്റിങ്സ് ഉണ്ട്. ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു പെയിന്റിങ്ങിനകത്ത് വാൾസും ഫേർണിച്ചറും എല്ലാം കുറച്ച് ടിൽറ്റ് ചെയ്ത് സൈഡിലോട്ട് ടിൽറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇൻവേർഡ് ആയിട്ട് ടിൽറ്റ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫേർണിച്ചറിന്റെ ആംഗിൾസ് ഒക്കെ വളരെ ഷാർപ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മെന്റൽ ഇൻസ്റ്റബിലിറ്റിയാണ്, അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള ആ ഒരു സൈക്കോളജിക്കൽ ടെൻഷനെയാണ് ഈ ഒരു ടിൽറ്റിങ് കാണിച്ചിരിക്കുന്നത്, ആ ഒരു വളവ് അല്ലെങ്കിൽ ഒരു ചരിവ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വിൻസെന്റ് വാൻ ഗോഗ് അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള തിയോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇദ്ദേഹത്തിന് ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് റെസ്റ്റ് അല്ലെങ്കിൽ സ്ലീപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്. വളരെ അതുകൊണ്ട് തന്നെ സ്ട്രോങ് കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഷെയ്ഡ്സ് ഒന്നുമില്ല. ബ്ലൂ, യെല്ലോ ആൻഡ് റെഡ് ആയിട്ടുള്ള വൈബ്രന്റ് കളേഴ്സ് ഇമോഷണലി കാണിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വയലറ്റ് വാൾസ് ഉണ്ട്, അത് കാംനെസ്സിനെ അല്ലെങ്കിൽ ഒരു സാഡ് ആയിട്ടുള്ള ഒരു ടോണിനെ കാണിക്കുന്നു. വാം യെല്ലോസിലാണ് ബെഡും ഫേർണിച്ചറും കാണിക്കുന്നത്, അതൊരു വാംത്തിനെ അല്ലെങ്കിൽ കംഫർട്ടിനെ കാണിക്കുന്നു. ബെഡ് സിംബലൈസ് ചെയ്യുന്ന എന്തിനെയാണ്? റെസ്റ്റിനെയാണ് കാണിക്കുന്നത്. ഒരു ഫിസിക്കൽ പ്ലേസ് ഫോർ റെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റിക്കവറിയുടെ സ്ഥലമാണ് ബെഡ് എന്ന് പറയുന്നത്. ഒരു ഡോർ തുറന്നിട്ടിരിക്കുന്നുണ്ട്, ഒരു ഓപ്പൺ ഡോർ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കണക്ഷന് വേണ്ടി അല്ലെങ്കിൽ എസ്കേപ്പിന് വേണ്ടി അദ്ദേഹം ലോങ് ചെയ്യുന്നു എന്നുള്ളതാണ്. വാളിലുള്ള പിക്ചേഴ്സ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ആർട്ട് വർക്ക്സിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, അദ്ദേഹത്തിന്റെ ഇന്നർ വേൾഡിനെയൊക്കെയാണ് അത് കാണിക്കുന്നത്. എം ടി ചെയർ എന്ന് പറയുന്നത് എന്തിനെയാ കാണിക്കുന്നത്? ആബ്സെൻസ് അല്ലെങ്കിൽ ലോൺലിനെസ്സിനെയാണ് കാണിക്കുന്നത്. ഈ ആബ്സെൻസ് അല്ലെങ്കിൽ ലോൺലിനെസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വർക്കിനകത്ത് ഒരു തീം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ റെക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു തീമാണ്. ഇപ്പൊ വിൻസെന്റ് വാൻ ഗോഗ് ഒരു റിയലിസ്റ്റ് ഒന്നും അല്ല. അദ്ദേഹം ഒരു 19th സെഞ്ചുറി സെൻസിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു
പേഴ്സണൽ ആയിട്ടൊരു സബ്ജക്ട് മാറ്റർ ആണ് അദ്ദേഹം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. വളരെ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാണിച്ചിരിക്കുന്നത്. എവറിഡേ ലൈഫ് ഓഫ് എൻ ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് പറയാം ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ റിയലിസത്തിലൂടെ ഇമോഷൻ ആൻഡ് കളർ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. റിയാലിറ്റിയെ അദ്ദേഹം വളരെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ റിയലിസം ആണ്. അപ്പൊ ഇവിടെ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആർട്ടിസ്റ്റ് കണ്ടതെന്നല്ല, ആർട്ടിസ്റ്റ് എന്താണ് ഇവിടെ ഫീൽ ചെയ്തെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഒരു പേഴ്സണൽ സ്പേസിനെ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എക്സ്പ്രസീവ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വളരെ കാം ആയിട്ടുള്ള മൂഡിലാണ് ഈ ഒരു സ്പേസിനെ അല്ലെങ്കിൽ ഇതിനെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ എസ്കേപ്പ് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്റർ ആണ് അദ്ദേഹം ഇവിടെ ഇമോഷണലി എക്സ്പ്രസീവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബെഡ്റൂം ആണ് വാൻഗോഗിന്റെ മോസ്റ്റ് ബിലവഡ് വർക്ക്, വൺ ഓഫ് ദി മോസ്റ്റ് ബിലവഡ് വർക്ക്സ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ തന്നെ ലൈഫിലെയും മൈൻഡിലെ ഒരു പേഴ്സണൽ ഗ്ലിംസ് നമുക്ക് ഈ ബെഡ്റൂം എന്നുള്ള പെയിന്റിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. ആ ഒരു കംഫർട്ട്, ആ ഒരു ഈസിനെസ് ഒക്കെ അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിനകത്തൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.